ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എൻ്റെ കുറച്ച് നല്ല വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു 2 ദിവസത്തെ വിശേഷങ്ങൾ ഉണ്ട് കേട്ടോ ഈ വീഡിയോയിൽ. അപ്പോൾ ആദ്യത്തെ ദിവസത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഈ ബെഡിങ് ചെയ്ത തൈകളും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 4 ദിവസം മുമ്പ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൊണ്ട് വന്നതാണ് ഇവർ. അങ്ങനെ അതൊക്കെ വാങ്ങി വെച്ചിട്ട് പിന്നെ ഞങ്ങളതൊക്കെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അപ്പോൾ ഉമ്മ കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഉമ്മ ചെയ്താലേ ശരിയാവുള്ളൂ. അപ്പോൾ എനിക്കങ്ങനെ കുറച്ചൊക്കെ ഞാനും കളിച്ചു കൊടുത്തു. പക്ഷേ ഉമ്മക്ക് അറിയാം അതെങ്ങനെയൊക്കെയാണെന്നൊക്കെ. അപ്പോൾ ഉമ്മ തന്നെ ഉണ്ട് എനിക്ക് കുഴിച്ചിട്ട് തരാറൊക്കെ. അപ്പോൾ ഇതാ ഇങ്ങനെ ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് റംബൂട്ടാൻ്റെ ഒരു തൈയും ഒരു സപ്പോട്ട തൈ ആയിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. റംബൂട്ടാൻ്റെ തൈ കുറേ ആയിട്ട് ഞാൻ വാങ്ങാൻ കരുതിയിട്ട് അതിങ്ങനെ നീട്ടി പോവുമായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ വന്നപ്പോൾ അവരുടെ നിന്ന് വാങ്ങി. പിന്നെ ഒരു സപ്പോട്ട തൈയും കൂടിയാണ് വാങ്ങിയത്. ഇവിടെ വല്ലാതെ സ്ഥലമില്ല കേട്ടോ കുഴിച്ചിടാൻ. അപ്പോൾ അധികമൊന്നും വാങ്ങിയിട്ടുണ്ടായില്ല. 1 വർഷം കൊണ്ട് കായ് ഉണ്ടാവും എന്നിട്ട് അവർ പറഞ്ഞത്. അപ്പം ഇനി ഏതായാലും 1 വർഷം ഒന്ന് കാത്തിരുന്ന് നോക്കാം. അപ്പോൾ ഇവരുടെ നിന്ന് ഇങ്ങനെ വാങ്ങുമ്പോൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഞങ്ങൾ അടുത്തുള്ളവരൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറേ മുമ്പ്. അവരുടെ നിന്ന് മാവൊക്കെ വാങ്ങിയിട്ട് അതിന് നല്ല മാങ്ങൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. ഇനിയിപ്പോൾ ഒരു മുടി കളയൽ ചടങ്ങിന് പോവാണ്. എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലാണ് കേട്ടോ പരിപാടി ഉള്ളത്. അതായത് എൻ്റെ അമ്മോൻ്റെ പേരക്കുട്ടിൻ്റെ മുടി കളയലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം റെഡി ആയിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവുള്ളൂ. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ടുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. മുടിയും കാര്യം അങ്ങനത്തൊന്നും സെറ്റാക്കിയിട്ടൊന്നുമില്ല. അതൊക്കെ ഇനി എൻ്റെ വീട്ടിൽ ചെന്നിട്ടാണ് ശരിയാക്കുക. പിന്നെ ഞങ്ങളൊരു ഓട്ടോ വിളിച്ചിട്ടാട്ടോ പോയത്. കാരണം അന്ന് രാവിലെയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പം ഇനി വഴി വെച്ചിട്ട് മഴ പെയ്താൽ പിന്നെ നമ്മൾ ടൈം വൈകുക എത്തിയിട്ട് ഞാൻ ഒരു ഓട്ടോ വിളിച്ചിട്ടാട്ടോ അന്ന് പോയത്. ഒരു 10 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 12 മണിയാകുമ്പോൾ അവിടെയൊക്കെ എത്തണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വേഗം പോവുമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി, എൻ്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവിടെ ഉമ്മ ഉണ്ടായില്ല കേട്ടോ. ഉമ്മ ഈ പരിപാടിക്ക് തന്നെ രാവിലെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തന്നെ ഉണ്ടായിട്ടുള്ളതിനും പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് ഞങ്ങൾ മുടിയൊക്കെ സെറ്റാക്കിയിട്ടോ. മോളുടെ മുടിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ബ്രദറിൻ്റെ കൂടെ പോവുക ചെയ്തത്. പിന്നെ പിന്നെ അവിടെ എത്തിയിട്ട് ഞാൻ വല്ലാതെ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ആർക്കും അങ്ങനെ അറിയില്ല, ഈ ചാനലിനെ പറ്റി അങ്ങനെ ആർക്കും അറിയില്ല. അപ്പോൾ ഞാൻ വല്ലാതെ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യണ്ട കേട്ടോ. ഇങ്ങനെ എല്ലാതും ചെറിയ ഭാഗങ്ങളൊക്കെ ഞാൻ ഇതിൽ ലാസ്റ്റ് ഇടുന്നുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ ഫോട്ടോക്കും വീഡിയോക്കും വേണ്ടി പോസ് ചെയ്തപ്പോഴൊക്കെ എടുത്ത കുറച്ച് വീഡിയോസ് മാത്രം. എന്തോ എനിക്ക് ഞാൻ ഇത് ആരോടും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല ചാനലിനെ പറ്റി. ചിലർക്കൊക്കെ അറിയട്ടോ, അത് വേറെ കാര്യം. അങ്ങനെ അപ്പോൾ ഇനിയുള്ള പരിപാടിക്കൊക്കെ പറയണമെന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള പരിപാടിക്കൊക്കെ ഞാൻ ഇൻഷാല്ലാ വീഡിയോസ് എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ അത് കഴിഞ്ഞാൽ എടുക്കായിരുന്നു എന്നൊക്കെ അങ്ങനെ തോന്നി കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. അന്ന് പോന്നിട്ടില്ല, പിന്നെ പിറ്റേ ദിവസമാണ് പോകുന്നത്. പിന്നെ ഇതൊരു വേറൊരു ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ. ഞാൻ എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഒരു സ്ഥലം കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അവിടെ അടുത്തൊരു കുളമുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ അവിടെ സ്റ്റേ ചെയ്യുന്ന ഇങ്ങനെ ഒരു വീട് പോലത്തെ കാര്യമുണ്ട്. അപ്പോൾ അതിന് പറയാൻ ഓർമ്മയിട്ടില്ല. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ. പിന്നെ ഇങ്ങനെ അവിടെ ചെറിയൊരു ചോലയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ മക്കൾ അതിലിറങ്ങി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയുണ്ട് ആ സ്ഥലം. ഇവിടെ സ്റ്റേ ചെയ്യാനൊക്കെ ആളുകൾ വരാറുണ്ട്. ഈ ഒരു സ്ഥലം കാട്ടിനുള്ളിലാട്ടോ. കാട്ടിനുള്ളിൽ ഇങ്ങനെ സെറ്റാക്കിയേക്കാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട്. മക്കൾ നല്ല കളിയില്ല കേട്ടോ. അവർ പോരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ആ കുളം. ഇതിൽ ഞാൻ പറഞ്ഞില്ല, ആ ചോലയിൽ ഇതിലോട്ട് വെള്ളം ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഫുള്ളായിട്ട് കാടാട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ സ്ഥലങ്ങൾ കാണാൻ. അപ്പോൾ അത് അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതൊക്കെ ഉണ്ടോ ഞാൻ പറഞ്ഞ ആ വീഡിയോ ഇതൊക്കെ കസിൻസാണ്. അപ്പോൾ ഞങ്ങൾ കൂടിയ പരിപാടിയൊക്കെ നല്ല ഭംഗിക്കാരം കേട്ടോ, നല്ല അടിപൊളിക്കാരം. അപ്പോൾ ഞാനാണെങ്കിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായില്ല, പിന്നെ എനിക്ക് ഷൂട്ട് ചെയ്യായിരുന്നു എന്നായിട്ടോ. അപ്പോൾ ഞങ്ങൾ വീഡിയോക്കും വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ.